മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്ത് ഇസാബ് ബാങ്കിൽ തോക്ക് ചൂണ്ടി 15 കിലോ സ്വർണം കൊള്ളയടിച്ചു. കിട്ടോളയിൽ 18 മിനിറ്റിനുള്ളിൽ 6 പേരാണ് ഈ കവർച്ച നടത്തിയത്. സ്വർണത്തിന് പുറമെ 6 ലക്ഷം രൂപയും അവർ കവർന്നെടുത്തു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. അതിൻ്റെ ഈ ബാങ്ക് കൊള്ളക്കെത്തിയ ആളുകളുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇസാബ് ബാങ്കിലാണ് ഈ കൊള്ള നടന്നത്. 6 കിലോ സ്വർണ്ണമാണ് അപഹരിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. SKN ഞെട്ടിപ്പിക്കുന്ന ഒരു കവർച്ചയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലെ കിറ്റോളയിലെ ഇസാഫ് ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാവിലെ ബാങ്ക് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലായിരുന്നു അക്രമികൾ ബാങ്കിലേക്ക് അതിക്രമിച്ച് കയറിയത്. 3 പേരാണ് തോക്കുകളുമായി ബാങ്കിനകത്തേക്ക് കയറിയത്. തുടർന്ന് ഈ 3 പേരും ഈ നാടൻ തോക്കുകൾ ബാങ്ക് ജീവനക്കാർക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് പോലീസിനെ വിവരമറിയിച്ചാൽ അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഭീഷണിപ്പെടുത്തി ബാങ്കിന്റെ ലോക്കറിന്റെ താക്കോൽ ഇവർ കൈക്കലാക്കുകയും തുടർന്ന് ലോക്കറിലുണ്ടായിരുന്ന ഏതാണ്ട് 15 കിലോയോളം സ്വർണവും 6 ലക്ഷം രൂപയും ഇവർ കവർന്നു എന്നുമാണ് ബാങ്ക് ജീവനക്കാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഏതാണ്ട് 14.8 കോടി രൂപയുടെ കവർച്ച ഈ ബാങ്കിൽ ഉണ്ടായി എന്നാണ് കണക്കാക്കുന്നത്. 8 മിനിറ്റ് കൊണ്ട് കവർച്ച പൂർത്തിയാക്കി അക്രമികൾ മടങ്ങുകയായിരുന്നു. 3 ബൈക്കുകളിലായാണ് അക്രമികൾ എത്തിയത് എന്നുമാണ് പ്രാഥമികമായി ലഭ്യമായിരിക്കുന്ന വിവരം. ഇതിൽ 6 പേർ ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുമാണ് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബാങ്കിൽ സുരക്ഷാ ജീവനക്കാർ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്രമികളെ തടയാൻ ആരും ഉണ്ടായിരുന്നില്ല. കൂടാതെ പ്രധാന വാതിൽ തന്നെ തുറന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിവേഗം അകത്ത് കയറി അതിവേഗം തന്നെ കവർച്ച നടത്തി പുറത്ത് രക്ഷപ്പെടാനും അക്രമികൾക്ക് കഴിഞ്ഞു എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും പ്രദേശത്തുള്ള CCTV ക്യാമറകളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്നുമാണ് പോലീസ് ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ജബൽപൂരിൽ ഇസാബ് ബാങ്ക് കൊള്ളയടിച്ചു. 6 കിലോ സ്വർണവും 6 ലക്ഷം രൂപയും കവർന്നു എന്നാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.